നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കവുമായി സുപ്രീം കോടതി രംഗത്ത്. ക്യാമ്പസുകളിലെ അധ്യാപക പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കോടതി കേസിലെ പ്രധാന പ്രതിയായ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പൂർണ്ണമായും തള്ളി. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളോട് അധ്യാപകർ ഇത്തരത്തിലാണോ പെരുമാറേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് രൂക്ഷമായ ഭാഷയിൽ കോടതി ചോദിച്ചു. വിദ്യാർത്ഥികളോട് ക്രൂരമായും മോശമായും പെരുമാറുന്ന അധ്യാപകർ കാലം മാറിയെന്ന് തിരിച്ചറിയണമെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത് ക്യാമ്പസുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന മറ്റ് അധ്യാപകർക്കുള്ള കൃത്യമായ സന്ദേശമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തിയുള്ള തിരുത്തലുകളും ശാസനയും മാത്രമാണ് തന്റെ കക്ഷിയായ റാം നടത്തിയത് എന്നായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ദാമ ശേഷാദ്രി കോടതിയിൽ വാദിച്ചത്. പ്രതിജാതീയമായി ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളി. സഹപാഠികൾക്ക് മുന്നിൽ വെച്ചൊരു വിദ്യാർത്ഥിയെ പരസ്യമായി മാനസികമായി തകർക്കുന്നതും അപമാനിക്കുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. റാം ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 3 മാസമായി ഈ അധ്യാപകൻ ഒളിവിൽ കഴിയുകയാണെന്നും കേസിന്റെ അന്വേഷണവുമായി യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ലെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ അൽജോ കെ ജോസഫ് കോടതിയെ ബോധ്യപ്പെടുത്തി. 2026 ഏപ്രിലാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായ 19-കാരൻ നിതിൻ രാജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും ചാടി ജീവനൊടുക്കിയത്. കടുത്ത ജാതി വിവേചനത്തെയും മാനസിക പീഡനത്തെയും തുടർന്നുള്ള ഒരു സ്ഥാപന കൊലപാതകം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നാണ് ഈ സംഭവത്തെ വിളിക്കേണ്ടത്. OM റാം, ഡോക്ടർ സംഗീത എന്നിവരുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ ജാതി അധിക്ഷേപവും ഭീഷണിയുമാണ് ഇതിന്റെ മരണത്തിന് കാരണമായത്. ഇന്റേണൽ മാർക്ക് കുറച്ച് തോൽപ്പിക്കുമെന്ന ഭയവും ഇവർ വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കിയിരുന്നു. മരണത്തിന് മുൻപ് നിതിൻ തന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ച ശബ്ദ സന്ദേശങ്ങളിൽ ഈ പീഡനത്തിന്റെ തെളിവുകൾ വ്യക്തമായിരുന്നു. ക്ലാസ് മുറിയിലും സ്റ്റാഫ് റൂമിലും വെച്ച് അധ്യാപകർ തന്നെ ജാതീയമായി ആക്ഷേപിച്ചെന്നും സ്വന്തം അമ്മയെ പോലും മോശമായി ചിത്രീകരിച്ച് സംസാരിച്ചെന്നും നിതിൻ ഈ സന്ദേശങ്ങളിൽ തുറന്നു പറഞ്ഞിരുന്നു. കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ 1ാം പ്രതിയായ ഡോക്ടർ MK റാം മുൻകൂർ ജാമ്യത്തിനായി ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടെ നിന്നും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയെങ്കിലും പരമോന്നത നീതിപീഠവും ക്യാമ്പസ് കൊലപാതകങ്ങൾക്ക് കുടപിടിക്കില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. നിതിന്റെ ആത്മഹത്യയെ തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ക്യാമ്പസ് പ്രക്ഷോഭങ്ങളുമാണ് കണ്ണൂരിൽ അരങ്ങേറിയത്. ഇതിന് പിന്നാലെ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരും രാജിക്കത്ത് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഈ വിധി വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ നിർണായകമായ നിരീക്ഷണങ്ങൾ, അതായത് കാലം മാറി അധ്യാപകർ അത് ഉൾക്കൊള്ളേണ്ടതാണെന്നുള്ള ശാസന, അത് എല്ലാ അധ്യാപക സമൂഹത്തിനും പുതിയ പാഠം നൽകുന്നു തന്നെ.